ബ്രസീൽ സൂപ്പർ താരം നെയ്മർ തൻ്റെ അച്ഛനോട് ഒരു കാര്യം വ്യക്തമാക്കാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാം എൻ്റെ കൈവിട്ടു പോകുകയാണ് അച്ഛാ, എനിക്ക് മതിയായി എന്നാണ് നെയ്മർ വ്യക്തമാക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുട്ബോളിൽ ഇത്ര അധികം ഇഞ്ചുറി കൊണ്ട്, പരിക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു താരമുണ്ടെങ്കിൽ അത് നെയ്മർ അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹം നേരിടേണ്ടതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റിയ അത് എന്തായാലും ഒരു പരിക്ക് പറ്റിയ അദ്ദേഹത്തിന് ഒരു 6 മാസം അദ്ദേഹത്തിന് സർജറി അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് സർജറിയൊക്കെ ആയിക്കാണ് അദ്ദേഹത്തിന് എന്തായാലും 8 മാസം അദ്ദേഹത്തിന് എന്തായാലും ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ 8 മാസം 9 മാസം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയും ഇറങ്ങി അദ്ദേഹത്തിന് പിറ്റേ ദിവസം അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചറി പറ്റുകയും പിന്നെ ഒരു 6 മാസത്തിന് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്നിട്ട് പോലും അദ്ദേഹം വീണ്ടും അദ്ദേഹം ട്രൈ ചെയ്യുന്നത് എന്ന് ഇതൊക്കെ റെഡിയാവും, ഞാൻ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം. പക്ഷെ ഇപ്പോൾ നെയ്മർ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. തൻ്റെ അച്ഛനോട് അദ്ദേഹം പറയുകയാണ്: എല്ലാം എൻ്റെ കൈവിട്ട് പോവുകയാണ് അച്ഛാ, എനിക്ക് മതിയായി, ഞാൻ നിർത്തുകയാണ്, എന്നെക്കൊണ്ട് ഇനി സാധിക്കില്ല എന്നൊക്കെയാണ് നെയ്മർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, നെയ്മറിൻ്റെ ഈ പരിക്കുകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം വീണ്ടും പരിക്കുകളെ പറ്റി അദ്ദേഹം സർജറി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അർജൻറ്റീന സൂപ്പർ താരമായിട്ടുള്ള ലയണൽ മെസ്സി പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കണം. മെസ്സി പറഞ്ഞത് ഇത്രയാണ്: നെയ്മറിൻ്റെ അവസ്ഥ എനിക്കാണുണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെ വയ്ക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതന്നെ ഞാൻ ഈ വീഡിയോയിലത്തെ തുടക്കം തന്നെ പറഞ്ഞത്. ഇത്രയധികം പരിക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു താരം, ഇത്രയധികം പരിക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന താരമുണ്ടെങ്കിൽ അതൊരൊറ്റ ആളെ ഉണ്ടാവുള്ളൂ, അത് നെയ്മറും അല്ലാതെ വേറെ ആരും അല്ല എന്നാണ് എനിക്ക് 100% പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ എന്തൊക്കെയോ സങ്കടം തോന്നി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കാം. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.